യഹോവ സാക്ഷികൾ അവർ പഠിപ്പിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതുമായ ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമല്ല, കേവലം ദൈവത്തിൻ്റെ ഒരു ശക്തി മാത്രമാണ്, ദൈവത്തിൻ്റെ ഒരു ശക്തി മാത്രമാണ് എന്നാണ് യഹോവ സാക്ഷികൾ തങ്ങളുടെ പഠനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലോകത്ത് നമുക്ക് ഇപ്പോൾ തന്നെ വിദ്യുത് ശക്തിയുണ്ട്, കറണ്ട്. ഈ ശക്തി ഈ ഫാനുകളിൽ സ്വിച്ചിടുമ്പോൾ വ്യാപരിക്കുമ്പോഴാണ് ഇത് കറങ്ങുന്നത്, ഈ ലൈറ്റുകൾ കത്തുന്നത്, ഈ മൈക്ക് പ്രവർത്തിക്കുന്നത്. കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ, വിദ്യുത് ശക്തി പ്രവഹിച്ചില്ലെങ്കിൽ ഈ മൈക്ക് പ്രവർത്തിക്കില്ല, ഈ ഫാനുകൾ കറങ്ങില്ല, ഈ ട്യൂബ് ലൈറ്റുകൾ കത്തുകയില്ല. എന്നാൽ ഈ വിദ്യുത് ശക്തി, ആ കറണ്ട് അടിച്ച് പല ആൾക്കാരും മരിച്ചു പോകാറുണ്ട്. ഒരിക്കൽ പോലും കറണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടില്ല, വിദ്യുത് ശക്തി ഇപ്രകാരം പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തി കറണ്ട് അടിച്ച് മരിച്ചുപോയി, ഞാൻ വളരെ വിഷമിക്കുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് കറണ്ട് ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? കറണ്ട് എന്ന് പറയുന്നത്, വിദ്യുത് ശക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ശക്തി മാത്രമാണ്. ശക്തിക്ക് വേദനിക്കാനോ വിഷമിക്കാനോ സന്തോഷിക്കാനോ വികാരങ്ങൾ പ്രദർശിപ്പിക്കുവാനോ ഒരു ശക്തിക്ക് കഴിയില്ല. എന്നാൽ യഹോവ സാക്ഷികൾ എന്താ പഠിപ്പിക്കുന്നത്? യഹോവയുടെ പ്രവർത്തന നിരതമായ ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ്, അല്ലാതെ പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ ഈ വായിച്ച വചനത്തിൽ വ്യക്തമായി പറയുന്നു. എന്നോട് പറയുന്നത്, നമുക്ക് ഈ സംഭവം അറിയാം. അനന്യാസും സഫീറയും അവിടെ നിലം വിറ്റു, ഒരംശം എടുത്തവര് മാറ്റിവെച്ചു, ഒരംശം വന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അവിടെ പരിശുദ്ധാത്മാവ് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, കുറച്ചു രൂപ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, ബാക്കി പൈസ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇവർ നുണ പറഞ്ഞു, ഇവർ വ്യാജം പറഞ്ഞു. അപ്പോഴാണ് ആ വാക്യത്തിന്റെ പ്രസക്തി അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പത്രോസ് ആയിരിക്കുന്ന, പാസ്റ്റർ ആയിരിക്കുന്ന എന്നോടല്ല അനന്യാസ നീ വ്യാജം കാണിച്ചത്, പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചത്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാതിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സു വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. വളരെ വ്യക്തമായി പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ വ്യക്തമായി, വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും ശക്തമായി പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയല്ല, യഹോവയുടെ പ്രവർത്തന നിരതമായൊരു ശക്തി മാത്രമല്ല, മറിച്ച് എന്താണ്? ദൈവമാണെന്ന്. അനന്യാസേ, നീ മനുഷ്യനോടല്ല വ്യാജം കാണിച്ചത്, മനുഷ്യനോടല്ല നീ നുണ പറഞ്ഞത്, ദൈവത്തോട് നീ നുണ പറഞ്ഞു. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോട് നീ വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അനന്യാസ് താഴെ വീണു, അവന്റെ പ്രാണം വിട്ടു, അവൻ മരിച്ചുപോയെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. യഹോവ സാക്ഷികൾ ദുരുപദേശമൊക്കെ പഠിപ്പിച്ച് തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അവർ ഈ വാക്യങ്ങളൊന്നും ശരിയായി മനസ്സിലാക്കുന്നില്ല, ദുർവ്യാഖ്യാനം കൊടുക്കുകയാണ്. എന്നാൽ സത്യം ഇതാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്
എല്ലാ വിധത്തിലും സമനായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്.